എക്കോക്സി സെറ്റിംഗ്സിൽ ജനറൽ ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിൽ ഒന്നാണ് പെർമിഷൻ അപ്രൂവൽ. ഈ ഒരു പെർമിഷൻ അപ്രൂവൽ ഫോം യൂസ് ചെയ്യുന്നത് യൂസറിന് സൂപ്പർ അഡ്മിനിലേക്ക് ഡയറക്റ്റ് ഒരു ഫോമിൻ്റെ പെർമിഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് സൂപ്പർ അഡ്മിൻ ഇൻവൈറ്റ് ചെയ്ത ഒരു യൂസർ എക്കോക്സി യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ റിക്വസ്റ്റ് രൂപത്തിൽ സെൻഡ് ചെയ്യാനും ആ ഒരു റിക്വസ്റ്റ് സൂപ്പർ അഡ്മിന് പെർമിഷൻ അപ്രൂവൽ എന്ന ഈ ഒരു ഫോമിലൂടെ ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഇങ്ങനെ യൂസർ ഫോം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഈ ഒരു പെർമിഷൻ അപ്രൂവൽ ഫോമിൽ സൂപ്പർ അഡ്മിന് റിസീവ് ആവുന്നു. അത്തരത്തിലുള്ള റിക്വസ്റ്റ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യാനും സൂപ്പർ അഡ്മിന് സാധിക്കും. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പെർമിഷൻ അപ്രൂവൽ എന്ന ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫോമിൽ ഒരു സൂപ്പർ അഡ്മിന് യൂസറിൻ്റെ സൈഡിൽ നിന്നും റിസീവ് ആയിട്ടുള്ള റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഡാറ്റ ടേബിളിൽ മെനു നെയിം കാണാം. ഏതൊക്കെ മെനൂസിനാണോ ആ ഒരു റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂസർ ഗ്രൂപ്പ്. ഏത് യൂസർ ഗ്രൂപ്പാണോ നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിരിക്കുന്നത് ആ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ഫോമിനും വേണ്ടതായിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസ്, അതായത് വ്യൂ ചെയ്യാൻ, സേവ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, പ്രിൻറ്റ്, ക്യാൻസൽ, സെർച്ച്, എക്സ്പോർട്ട്, അങ്ങനെ അത്തരത്തിലുള്ള പെർമിഷൻസ് എല്ലാം നമുക്കിവിടെ സൂപ്പർ അഡ്മിനെ മാർക്ക് ചെയ്തുകൊണ്ട് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓരോ ഫോമിനും നേരെയുള്ള ബോക്സിൽ നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെ പെർമിഷൻസ് ആണോ ഓരോ യൂസറിന് അലോക്കേറ്റ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പെർമിഷൻസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവ് ആൻഡ് റിജക്റ്റ് എന്ന ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് മെനു പെർമിഷൻസ് അപ്രൂവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫിൽറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മെനു എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മെനു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ മെനൂസിനാണോ നമ്മൾ ഇതുവരെ പെർമിഷൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുവരെ പെർമിഷൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ടൈപ്പിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു സെർച്ച് ബാർ അവൈലബിൾ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് മെനു നെയിം അല്ലെങ്കിൽ യൂസർ ഗ്രൂപ്പ് സെർച്ച് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ യൂസറിൻ്റെ അല്ലെങ്കിൽ മെനൂസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത്തരം ഡീറ്റെയിൽസ് ആണ് ആസ് എ സൂപ്പർ അഡ്മിൻ എന്ന രീതിയിൽ പെർമിഷൻ അപ്രൂവലിൻ്റെ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു യൂസറിൻ്റെ സൈഡിൽ നിന്നും ഒരു ഫോമിലേക്കുള്ള റിക്വസ്റ്റ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒരു യൂസർ മെനു പെർമിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. മെനു പെർമിഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഏത് ഫോമിനാണോ നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ടത് ആ ഫോം സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സെയിൽസ് മൊഡ്യൂളിലുള്ള പോയിന്റ് ഓഫ് സെയിൽസ് ഫോം സെലക്ട് ചെയ്യുന്നു. പോയിന്റ് ഓഫ് സെയിൽസിന് നമുക്ക് പെർമിഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊരു വാലിഡേഷൻ മെസ്സേജ് വരുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പെർമിഷൻ്റെ വാലിഡേഷൻ മെസ്സേജ് ആണ് ഓപ്പൺ ആവുന്നത്. യു ഡോണ്ട് ഹാവ് പ്രിവിലേജ് ടു ഓപ്പൺ ദിസ് മെനു, ഡു യു വാണ്ട് ടു സെൻഡ് റിക്വസ്റ്റ് എന്നൊരു വാലിഡേഷൻ മെസ്സേജ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്നൊരു വാലിഡേഷൻ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ ഓരോ ഫോമും യൂസ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ റിക്വസ്റ്റ് രൂപത്തിൽ നമുക്ക് സെൻഡ് ചെയ്യുവാനും അതുപോലെ ആ ഒരു റിക്വസ്റ്റ് സൂപ്പർ അഡ്മിന് പെർമിഷൻ അപ്രൂവൽ ഫോം യൂസ് ചെയ്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ആണ് പെർമിഷൻ അപ്രൂവൽ എന്നീ ഒരു ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.